ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ടോപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ജസ്റ്റ് ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് എല്ലാവരും രാവിലെ വേക്കപ്പ് നീച്ച ഉടൻ തന്നെ എന്തോ ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരിലും കുറച്ച് കിഴങ്ങുകൾ ഉണ്ടാകും, പൊട്ടറ്റോ, അത് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. രാവിലെ പൂരിയിലേക്കും ദോശയിലേക്കും ഓട്ടടയിലേക്കും രാവിലത്തത് അതിലേക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിനാദ്യം തന്നെ ആവശ്യം 2 പൊട്ടറ്റോ, അതായത് 2 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, ഒരു വറ്റൽ മുളക്, അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇല്ലി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു സവാള. അപ്പോൾ ആദ്യം തന്നെ പൊട്ടാറ്റോ ഒന്ന് അരിഞ്ഞു വെക്കുക. ഇനി അതിന് ശേഷം കുക്കറിൽ ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് ലേശം വെള്ളം പാർന്നതിന് ശേഷം നമുക്ക് അടുപ്പത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വേവുമ്പോഴത്തേന് നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതായത് സവാള എല്ലാം. അപ്പോൾ ഇനി ഉഴുന്നാണ് ആവശ്യം. അപ്പോൾ ഉഴുന്നൊന്ന് ജസ്റ്റ് കേക്കിയെടുക്കുക. നമ്മളുടെ പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. വേവിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവെടുത്ത് കറി ഉണ്ടാക്കണം. കറി എന്നല്ല, പൂരി ബജി. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ജസ്റ്റ് കേൾക്കുന്നതിന് ശേഷം നന്നായിട്ട് ചൂടായി അതിലേക്ക് എണ്ണ പാർന്നു കൊടുക്കുക. എണ്ണയൊക്കെ മയവിലിൻ്റെ ഇതിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എണ്ണ പാർന്നതിന് ശേഷം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ലേശം ഉഴുന്നിട്ട് കൊടുക്കുക നേരത്തെ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഫുള്ള് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഓരോന്നാക്കി ഇട്ട് കൊടുത്തു. അതുപോലെ വറ്റൽ മുളക്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചത് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അത് ഇളക്കിയതിന് ശേഷം ഇനി നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങ്, അതായത് കിഴങ്ങ് മാത്രം അതിലേക്ക് ഇടുക. വെള്ളം വേറെ ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്, കളയരുത്. അപ്പോൾ അതിലെ കിഴങ്ങ് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ലോണം ഉടക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉടക്കരുത് പറയുമ്പോൾ നമ്മൾ കഷ്ണം മുറിച്ച് കൊടുക്കണം, ഉടക്കരുത് പറയുമ്പോൾ ആകെ കായ വരട്ടി വെക്കാനൊക്കെ പറയും. അതുപോലെ ആക്കരുത്, കഷ്ണം മുറിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുഴുങ്ങിയതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നന്നായിട്ട് കഷ്ണാക്കി വെക്കുക. എന്താ ഒരിക്കലും കായം പറ്റി വെക്കരുത്. അപ്പോൾ ഒരു ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി അതിലേക്ക് എന്താ നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓവർ കറി ആവും ചെയ്യരുത്, എന്നാൽ ഒരു കൂട്ടാനാവും ചെയ്യരുത്. അതിൽ ഒരു മീഡിയം സൈസിലാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ രാവിലത്തെ എല്ലാ ചായക്കടിയിലേക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു എന്താ പൂരി ഭാജിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ എത്താനായി. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും വേറെ വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.